കേരളം ഏറെ ചർച്ച ചെയ്ത ഷാരോൺ രാജ് വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകിയതിനെ അനുകൂലിക്കുന്ന പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ ഏറെയുണ്ടായത്. മീഡിയ പറയുന്നത് നോക്കിയല്ല മെറിറ്റ് നോക്കിയാണ് വിധിയെന്ന് വിധി പ്രസ്താവിച്ച ജഡ്ജി AM ബഷീർ വിധി പ്രസ്താവത്തിൽ എടുത്തു പറഞ്ഞു. കോടതി വിധി പറയും മുന്നേ ക്രൂരമായ ചതിക്ക് തൂക്കുകയറോ ജീവപര്യന്തമോ എന്ന് തലക്കെട്ട് നൽകിയ മാധ്യമങ്ങൾ ജഡ്ജി AM ബഷീറിന്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തി പടക്കം പൊട്ടിക്കാൻ നിന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്നിങ്ങനെ സന്തോഷ പ്രകടനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. കയ്യടികളോടെ സ്വീകരിക്കപ്പെടുന്ന വധശിക്ഷ എന്ന ഈ ശിക്ഷാരീതി ജനാധിപത്യ രാജ്യത്തിനും പരിഷ്കൃത സമൂഹത്തിനും അനുയോജ്യമായ ഒന്നാണോ? നിങ്ങൾ എന്തിനു കൊന്നാലും, നിങ്ങൾ ആരെ കൊന്നാലും, ആരു കൊന്നാലും അത് തെറ്റാണ്. എന്നാൽ സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന അക്രമമാണ് ചുമത്തപ്പെടുന്ന മരണം. വധശിക്ഷ എന്നത് അടിച്ചേൽപ്പിക്കുന്ന മരണമാണ്. വധശിക്ഷയുടെ ക്രൂരത വ്യക്തമാക്കിയ എ ഷോർട്ട് ഫിലിം അബൌട്ട് കില്ലിംഗ് എന്ന പോളിഷ് സിനിമയുടെ സംവിധായകനും വിഖ്യാത ചലച്ചിത്രകാരനുമായ ക്രിസ്റ്റോഫ് കിസ്ലോവിസ്കി പറഞ്ഞ വാക്കുകളാണിത്. അതെ, വധശിക്ഷ എന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊലപാതകമാണ്. പോലീസ്, നിയമം, കോടതി എന്നീ വ്യവസ്ഥാപിത സംവിധാനങ്ങളിലൂടെ ആസൂത്രിതമായി ഭരണകൂടം നടത്തുന്ന കൊലപാതകം തന്നെയാണ് വധശിക്ഷ. കുറ്റവാളികളാൽ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ ക്രൂരതയ്ക്ക് ഇരയാക്കപ്പെടുന്ന മനുഷ്യർക്ക് നീതി ലഭിക്കാൻ വധശിക്ഷ നൽകുന്നതിലൂടെ സാധിക്കുമെന്നതാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന പൊതുധാരണ. എന്നാൽ ഒരു കൊലയെ മറുകൊല കൊണ്ടോ ഒരു ക്രൂരതയെ അത്ര തന്നെ തീവ്രതയുള്ള മറ്റൊരു ക്രൂരത കൊണ്ടോ വിധിക്കുന്ന അവസ്ഥ ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല. അത് വെറും പകവീട്ടൽ മാത്രമാണ്. മറിച്ച് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാനുള്ള സാമൂഹിക സാഹചര്യങ്ങൾ ഇല്ലാതാവുകയും കുറ്റം ആവർത്തിക്കപ്പെടാതെ ഇരിക്കാനുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാവുകയുമാണ് വേണ്ടത്. ശിക്ഷയുടെ കാഠിന്യം കൂടുന്നതനുസരിച്ച് ഇവിടെ കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ല എന്ന വസ്തുത കുറ്റം ചെയ്യാതിരിക്കാനുള്ള പരമാവധി ശിക്ഷയാണ് വധശിക്ഷ എന്ന് കരുതുന്നവർ കാണാതെ പോകരുത്. വധശിക്ഷ നൽകുന്ന രാജ്യങ്ങളിലാണ് വധശിക്ഷ ഇല്ലാത്ത രാജ്യങ്ങളെക്കാൾ കുറ്റകൃത്യങ്ങൾ കൂടുതലുള്ളത്. 2020 നിർഭയ കേസിലെ പ്രതികളായ 4 പേരുടെ വധശിക്ഷയാണ് രാജ്യത്തെ ഏറ്റവും ഒടുവിൽ നടപ്പിലാക്കിയ വധശിക്ഷ. ഇതിനുശേഷം ഇന്ത്യയിൽ റേപ്പ് കേസുകളും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളും കുറഞ്ഞു. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ 2020 56.5% 2022 66.4% കൂടി. വധശിക്ഷ കൊണ്ട് കുറ്റകൃത്യങ്ങൾ കുറയുമെന്ന നമ്മുടെ പൊതുബോധത്തിന് വിരുദ്ധമാണ് കണക്കുകളെല്ലാം. അപൂർവങ്ങളിൽ അപൂർവമായ കേസിനാണ് വധശിക്ഷ വിധിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ അപൂർവങ്ങളിൽ അപൂർവം എന്നത് വിധി പ്രസ്താവിക്കുന്ന ജഡ്ജിയെ ആശ്രയിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത്. ഗ്രീഷ്മയുടെ വിധി വന്ന അതേ ദിവസം ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് നൽകിയ ശിക്ഷ ജീവപര്യന്തമായിരുന്നു. ഒരേ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് വ്യത്യസ്ത ജഡ്ജിമാർ വ്യത്യസ്ത വിധികളാണ് പറയാറുള്ളത് എന്ന വസ്തുത പല പഠനങ്ങളും തുറന്നു കാട്ടിയിട്ടുണ്ട്. ബോംബെ ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനും വധശിക്ഷ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് യുഗ്മോഹിത് ചൗധരി ഇക്കാര്യത്തിൽ നടത്തിയ അപഗ്രഥനം ഏറെ ചർച്ചയായി മാറിയിരുന്നു. സമാനമായ കേസുകളിൽ സുപ്രീം കോടതിയിലെ വിവിധ ജഡ്ജിമാർ നടത്തിയ വിധികളിലെ വ്യത്യാസമാണ് യുഗ്മോഹിത് ചൗധരി വിലയിരുത്തിയത്. വധശിക്ഷ വിധിക്കാത്ത ജഡ്ജിമാർ മുതൽ 73% കേസിലും വധശിക്ഷ വിധിച്ചവർ വരെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. വിധി പറയുന്ന ജഡ്ജികൾ നീതിന്യായ സംവിധാനത്തിന്റെ ഭാഗമാണെങ്കിലും വ്യക്തിപരമായ വീക്ഷണങ്ങൾ ഉറപ്പായും വിധിയെ സ്വാധീനിക്കാറുണ്ട്. സുപ്രീം കോടതി 2003 മുതൽ 2009 വരെ വധശിക്ഷ വിധിച്ച 13 കുറ്റവാളികളുടെ വധശിക്ഷ റദ്ദാക്കി ജീവപര്യന്തമാക്കണമെന്നാവശ്യപ്പെട്ട് 14 ഇന്ത്യൻ റിട്ടയർഡ് ജഡ്ജിമാർ പ്രസിഡന്റിന് അപേക്ഷ നൽകിയതും ഇതുമായി ചേർത്ത് വായിക്കണം. ഈ 13 കുറ്റവാളികൾക്ക് തെറ്റായിട്ടാണ് വധശിക്ഷ നൽകിയതെന്നാണ് ജഡ്ജിമാർ പറഞ്ഞത്. വധശിക്ഷ നൽകിയതിൽ തെറ്റുണ്ടായി എന്ന് വെളിപ്പെടുത്തിയത് ഇന്ത്യയിലെ ഉന്നതരായ ന്യായാധിപന്മാരാണ്. 2023 കണക്കനുസരിച്ച് ഇന്ത്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്നവരുടെ എണ്ണം 561 ആണ്. കഴിഞ്ഞ 20 വർഷത്തെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. ഇന്ത്യൻ പീനൽ കോഡ് മാറി ഭാരതീയ ന്യായ സംഹിതയായിട്ടും 130-ലേറെ രാജ്യങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞ വധശിക്ഷ എന്ന ക്രൂരത നിലനിർത്തിയിട്ടുണ്ട്. വകുപ്പ് 101 ആക്കി എന്നത് മാത്രമാണ് മാറ്റം. കൂടാതെ ആൾക്കൂട്ട ആക്രമണത്തിനു കൂടി വധശിക്ഷ നിർദ്ദേശിക്കപ്പെട്ടിട്ടുമുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കുന്ന ചൈന, സൗദി അറേബ്യ, ഇറാൻ പോലെ സ്വേച്ഛാധിപത്യ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും ഉണ്ടെന്നത് അത്ര നല്ല കാര്യമല്ല.
കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളുടെ എണ്ണം 38 ഗ്രീഷ്മയ്ക്കും കൂടി കോടതി വധശിക്ഷ വിധിച്ചതോടെ അത് 39. രാജ്യത്തെ 1330 ജയിലുകളിൽ 5,73,220 തടവുകാർ ഉണ്ടെന്നാണ് പ്രിസൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഇന്ത്യയുടെ വിവരം. ഇവരിൽ 70% കൂടുതലും SC, ST, OBC, മുസ്ലിം സമുദായങ്ങളിൽ നിന്നുള്ളവരാണ് എന്നതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെടുന്ന മനുഷ്യരുടെ ജാതീയവും സാമൂഹികവുമായ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഗ്രീഷ്മയുടെ വധശിക്ഷയ്ക്ക് ലഭിക്കുന്ന ജനസമ്മതി കുറ്റവാളി ഒരു സ്ത്രീ ആയതിന്റെ പ്രതിഫലനം കൂടിയാണ്. യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ പണം സ്വരൂപിച്ച മലയാളികളാണ് ഗ്രീഷ്മയുടെ വധശിക്ഷയിൽ മതിമറന്ന് സന്തോഷിക്കുന്നത്. സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്ക് ജീവപര്യന്തം വിധിച്ചപ്പോഴുമുണ്ടായി വധശിക്ഷയ്ക്ക് വേണ്ടിയുള്ള മുറവിളികൾ. ഗോവിന്ദചാമിയെ പോലെ ജയിലിൽ കിടന്ന് തിന്നു കൊഴുക്കാനല്ലേ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം വിലപിക്കുന്ന മലയാളികൾ ജയിൽ ജീവിതത്തെയും നിസാരവൽക്കരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ അടുത്തിടെ റിലീസ് ചെയ്ത ബ്ലാക്ക് വാറന്റ് എന്ന വെബ് സീരീസിൽ രാജ്യത്തെ പ്രശസ്തമായ തീഹാർ ജയിലിലെ സാഹചര്യങ്ങൾ വളരെ വിശദമായി തന്നെ കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് വാറന്റ് കൺഫെഷൻസ് ഓഫ് എ തീഹാർ ജയിലർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ വെബ് സീരീസിൽ 1980കളിലെ ജയിലാണ് കാണിക്കുന്നത്. എന്നാൽ 2020ലും ജയിൽ ജീവിതങ്ങൾക്ക് മാറ്റമൊന്നുമില്ലെന്ന് ശരിവെക്കുന്നതാണ് ഹത്രാസ് കൊലപാതകം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പന്റെ ജയിൽ അനുഭവങ്ങൾ. ജീവിച്ചിരിക്കാനുള്ള അവകാശം എന്നത് മൗലിക അവകാശം മാത്രമല്ല, മനുഷ്യാവകാശം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങളോട് UN, ആംനസ്റ്റി ഇന്റർനാഷണൽ എന്നീ ആഗോള സംഘടനകൾ വധശിക്ഷ എന്ന മനുഷ്യാവകാശ ലംഘനം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. വധശിക്ഷയും എൻകൗണ്ടറുകളും ആഘോഷമാക്കുന്ന, അതിനെ കൈയടിച്ച് സ്വീകരിക്കുന്നവർ ഭരണകൂടത്തിന്റെ എല്ലാത്തരം അധികാര പ്രയോഗങ്ങൾക്കും കൂടിയാണ് പ്രോത്സാഹനം നൽകുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടിയ ഭഗത് സിംഗ് അടക്കമുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളെയും കയ്യൂരിലെ വിപ്ലവകാരികളെയും കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ അവരെ കൊലപ്പെടുത്തിയത് ഇതേ വധശിക്ഷയാണെന്ന ചരിത്രം മറന്നുപോകരുത്.